നന്മ 24ലേക്ക് സ്വാഗതം. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രാജ്യമെമ്പാടും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് ആഘോഷ ചടങ്ങുകൾ നടന്നത്. എറണാകുളം ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം എറണാകുളം ജില്ലാ കളക്ടറേറ്റ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് പതാക ഉയർത്തി. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ് അവർ എത്തിച്ചേരുന്നു. പരേഡിന്റെ ആദരം ഏറ്റുവാങ്ങുന്നു. ഈ സമയം ബഹുമാനപ്പെട്ട മന്ത്രി ദേശീയ പതാകയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. യൂണിഫോമിലുള്ള എല്ലാ എറണാകുളം റൂറൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ലോക്കൽ പോലീസ് പ്ലറ്റൂൺ സബ് ഇൻസ്പെക്ടർ ശ്രീ കുഞ്ഞു മുഹമ്മദ് ഇ.കെ നയിക്കുന്നു. സബ് ഇൻസ്പെക്ടർ ശ്രീമതി അൻസി ഖാൻ നയിക്കുന്ന എറണാകുളം റൂറൽ ജില്ലയിലെ വനിതാ പോലീസ് പ്ലറ്റൂൺ ഇപ്പോൾ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീമതി ജ്യോതിമോൾ ജോസഫ് നയിക്കുന്ന കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയൻ പ്ലറ്റൂൺ ഇപ്പോൾ സിജോ വർഗീസ് നയിക്കുന്ന കേരള എക്സൈസ് പ്ലറ്റൂൺ ഇപ്പോൾ ഇൻസ്പെക്ടർ
21 കേരള ബറ്റാലിയൻ NCC ആർമി പ്ലറ്റൂൺ ഇപ്പോൾ അഭിവാദ്യം ഓഫീസ് കടന്നു. നയിക്കുന്ന ടീം കേരളയുടെ ബോയ്സ് പ്ലറ്റൂൺ ഇപ്പോൾ അഭിവാദ്യം. ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡൻ ശ്രീമതി നിമ ഗോപിനാഥ് നയിക്കുന്ന കേരള സിവിൽ ഡിഫൻസ് പ്ലറ്റൂൺ ഇപ്പോൾ അഭിവാദ്യം ഓഫീസ് കടന്നു. കൃഷ്ണ നയിക്കുന്ന സി കേഡറ്റ് കോർ ജൂനിയർ ഡിവിഷൻ ബോയ്സ് പ്ലറ്റൂൺ. കേഡറ്റ് പെറ്റി ഓഫീസർ ജയലക്ഷ്മി ആർ പ്രമോദ് നയിക്കുന്ന തൃക്കാക്കര സെന്റ് ജോസഫ് HSS എറണാകുളം റൂറൽ ജില്ലയിലെ വൈഷ്ണവ് ആർ നായർ നയിക്കുന്ന സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഓലനക്കരയിലെ സ്കൗട്ട് പ്ലറ്റൂൺ ഇപ്പോൾ ഞാനൊരു ബദലകത്തെയാണ് SSLC സ്കൂളിലെ ശ്വേത സന്തോഷ് നയിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫ് ജീസസ് റിവ്യൂ ഓർഡർ മാർച്ചിലൂടെ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് ഇപ്പോൾ പരേഡിന്റെ ആദരം അർപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ മുഴുവൻ രാജ്യസ്നേഹികളുടെയും ഓർമ്മകൾക്ക് മുൻപിൽ ശിരസുപിടിക്കുന്നു. കേരളം അഭിമുഖീകരിച്ചതിൽ വച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന് ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസുപിടിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം ദൈർഘ്യമേറിയ ഒരു പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കവിവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാരതന്ത്ര്യം എന്നുള്ളത്, സ്വാതന്ത്ര്യമില്ലായ്മ എന്നുള്ളത് മരണത്തെക്കാളും ഭയാനകമാണ് എന്ന തിരിച്ചറിവോടുകൂടി പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല പ്രദേശങ്ങളിലുള്ളവർ, പല മതത്തിൽപ്പെട്ടവർ, പല ജാതിയിൽപ്പെട്ടവർ, പല രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകൾ ഒരേ കാഴ്ചപ്പാടോടുകൂടി വിവിധ തലങ്ങളിൽ നടത്തിയ പോരാട്ടങ്ങളാണ് നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കിയത്. ആ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ആമുഖത്താൽ അടയാളപ്പെടുത്തിയ ഒരു
ഒരു ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഇന്ത്യ എന്ന ആശയം അതാണ് സ്വാതന്ത്ര്യത്തോട് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി നമ്മളിൽ ഓരോരുത്തരിലും അർപ്പിതമായ ഉത്തരവാദിത്തം. ഇന്ത്യ എന്ന ആശയത്തിന്റെ മുഖം ഏകമുഖമല്ല, ബഹുമുഖമാണ്. അവന്റെ സംഗീതം ഏകസ്വരമല്ല, ബഹുസ്വരമാണ്. അവന്റെ സൗന്ദര്യം വൈവിധ്യമാണ്, നാനത്വത്തിൽ ഏകത്വമാണ്. അതിന്റെ പല മാനങ്ങൾ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും ഫെഡറലിസത്തിലും അടിസ്ഥാന തത്വങ്ങളിൽ വിളക്കി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇവ ഓരോന്നും സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഭരണഘടനാ അസംബ്ലി കണ്ടതുപോലെ രാഷ്ട്രീയ ജനാധിപത്യമുണ്ട്, സാമൂഹ്യ ജനാധിപത്യമുണ്ട്. ഒരാൾക്ക് ഒരു വോട്ട്, ഒരു വോട്ടിന് ഒരു മൂല്യം രാഷ്ട്രീയ ജനാധിപത്യമാണ്. സാമൂഹ്യ ജനാധിപത്യം സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള സമത്വവും സാഹോദര്യത്തോടു കൂടിയുള്ള സമത്വവും സമത്വത്തോടുകൂടി സ്വാതന്ത്ര്യവും എല്ലാം ചേരുമ്പോഴാണ് സാമൂഹ്യ ജനാധിപത്യത്തിലേക്ക് വരുന്നത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യം അതിവേഗത്തിൽ വളർച്ചയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും സമ്പന്നരായ 1% ആളുകളുടെ കയ്യിൽ 53% സമ്പത്തും കേന്ദ്രീകരിക്കുന്നു. ഭരണഘടനയുടെ 39C പറയുന്നു, സമ്പദ്ഘടനയുടെ പ്രവർത്തനം സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിലേക്ക് നയിക്കാൻ പാടില്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണോ നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത്, ആ ലക്ഷ്യം നേടാൻ കുറെ കൂടി ശക്തമായി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന പ്രതിജ്ഞ പുതുക്കൽ അനിവാര്യമാണ്. ജനാധിപത്യം എവിടെയാണെങ്കിലും, ഇന്ത്യയിലായാലും ബംഗ്ലാദേശിലായാലും അമേരിക്കയിലായാലും, അത് എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു അളവുകൾ ന്യൂനപക്ഷ അവകാശങ്ങൾ എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ ഭീതിയില്ലാതെ ജീവിക്കുന്നുണ്ടോ എന്നതാണ്. അത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും പ്രസക്തമാണ് എന്നത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും ഫെഡറലിസവും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ എന്നതിന്റെ സൗന്ദര്യം വിവിധ സംസ്ഥാനങ്ങളുമായി ചേരുന്നതാണ്. അതുകൊണ്ടാണ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്, എല്ലാം ചേരുന്നതാണ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറയുന്നതും ഈ ഫെഡറലിസത്തിന്റെ ഭാഗം തന്നെയാണ്. ഇന്ത്യയുടെ ആശയത്തെ കരുത്തു നൽകുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും ആവേശഭരിതമായ ഇടപെടലുകളാണ്. അവയെല്ലാം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. കേരളം വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തത്തിന്റെ വലിയ ആഘാതം നമ്മുടെ നാട് നേരിട്ടിരിക്കുന്നു. ഈ നാട് ഒരേ മനസ്സോടുകൂടി സൈന്യവും ഫയർഫോഴ്സും പോലീസും വനംവകുപ്പും സന്നദ്ധ സംഘടനകളും ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ നടത്തിയ രക്ഷാപ്രവർത്തനം മലയാളിയുടെ സവിശേഷതയായി ചരിത്രത്തിൽ എക്കാലത്തും രേഖപ്പെടുത്തും. അതേ ഐക്യത്തോടെയും അതേ ഒരുമയോടുകൂടി വയനാടിനെ വീണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങളിലും നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നവകേരള നിർമ്മിതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അതിലൊന്ന് ഈ ഒക്ടോബർ 2 മുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന മാലിന്യ വിമുക്ത ക്യാമ്പയിനാണ്. കേരളത്തെ മാലിന്യ വിമുക്തമാക്കേണ്ട ഉത്തരവാദിത്വം നാടാകെ ഏറ്റെടുക്കേണ്ടതുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ ജനകീയമായി കേരളം ഏറ്റെടുത്തിട്ടുണ്ട്. ആ ദൗത്യവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കേരളം ഒരു വൈജ്ഞാനിക സമൂഹത്തിലേക്കും വിജ്ഞാന അധിഷ്ഠിത സമ്പദ്ഘടനയിലേക്കും മുന്നോട്ട് പോകുമ്പോൾ അതിനനുസൃതമായി വ്യവസായവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിയണം. പ്രകൃതി, മനുഷ്യൻ, വ്യവസായം എന്നതാണ് ഈ കാലഘട്ടത്തിൽ കേരളം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. അതിനെല്ലാം അടിസ്ഥാനത്തിൽ നവകേരള നിർമ്മിതിക്ക് മുന്നോട്ട് പോകാനും എന്തിനു വേണ്ടിയാണോ നമ്മുടെ ഒരു വലിയ തലമുറ ജീവൻ നൽകി സ്വാതന്ത്ര്യം പൊരുതി നേടിയെടുത്തത് അതിന്റെ അമ്പസത്തെ ആശയങ്ങളെ സംരക്ഷിക്കാനും നമുക്ക് കഴിയണം. താൽപര്യത്തിൽ ബാപ്പുജിയുടെ രക്തസാക്ഷിത്വം അത് നൽകുന്ന ആ ഓർമ്മയിൽ നിന്ന് മനുഷ്യനെ ഒരേപോലെ കാണുന്ന ചിന്തയ്ക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്.